അപ്പോൾ കന്നിമാസം 1-ാം തീയതിയിലെ ഉച്ചയൂണ് അതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇന്ന് നമുക്ക് എന്താ വെച്ചാൽ മുരിങ്ങയിലെ പരിപ്പ് ഇട്ട കറിയുണ്ട്, പിന്നെ കാബേജ് തോരൻ, പിന്നെ കപ്പ, ചേന, ചേമ്പും തണ്ടെല്ലാം ചേർത്തിട്ടുള്ള നമ്മളൊരു കുറുക്കി കറി പോലെ തന്നെ കുറച്ച്. അപ്പോൾ അതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുരിങ്ങയിലെ പരിപ്പേറി ആദ്യം ഉണ്ടാക്കാം. നമുക്ക് ഇപ്പോൾ 2-3 വിഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം പരിപ്പേറി, പിന്നെ അത് കഴിഞ്ഞിട്ട് കാബേജ്, അത് കഴിഞ്ഞിട്ട് വേണം കപ്പ ഉണ്ടാക്കാൻ. എന്തായാലും നമ്മൾ തുടങ്ങായി. അപ്പോൾ നമ്മൾ ഇതാ മുരിങ്ങയില, നല്ല ഫ്രഷ് മുരിങ്ങയില, അതാണ് ഇപ്പോൾ ഇന്ന് കറിക്ക് എടുക്കുന്നത്. അപ്പോൾ അത് ആദ്യമൊക്കെ ഇന്ന് ഇല ഊരിയെടുക്കണം അമ്മ. നല്ല ഇലയാണ്. മുരിങ്ങയില പരിപ്പ് കറി അത് നല്ല ഉഗ്രൻ കറി തന്നെയാണ്. പിന്നെ നമ്മൾ നമുക്ക് കറിക്കുള്ള ആദ്യത്തെ കാര്യങ്ങൾ അത് നോക്കാം. തേങ്ങ ചിരകി വയ്ക്കാം. നമ്മൾ ചെറിയ ജീരകം അതും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതവിടെ അരച്ച് വെച്ചു. നമുക്ക് ഇനി പരിപ്പ് മാത്രം വേവിക്കണം. അതൊന്ന് വെള്ളത്തിലൊക്കെ കുതിർത്ത് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ഇനി അത് വേവിച്ചിട്ടെടുക്കാം. ഇതൊരു 4 വിസിൽ കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇനി അതിലേക്ക് മുരിങ്ങയില അത് ചേർക്കാം. വളരെ എളുപ്പമുള്ളത് തന്നെയാണ്. നമുക്ക് കഷ്ണം നുറുക്കാനൊന്നും ഇല്ലല്ലോ മുരിങ്ങയില ആകുമ്പോൾ. ആ ഇല ഊരിയെടുക്കേണ്ട ഒരു പണിയാണുള്ളത്. അടുപ്പ് ചെറിയ തോതിൽ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. നമുക്കിതാ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളം പിന്നെ പരിപ്പ് വേവിക്കാൻ വെച്ച് തന്നെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം പാകമാണ്. പാകത്തിനുള്ള ഇലയുള്ളൂ കുറച്ച്. ഇല എളുപ്പം തിളയ്ക്കുമല്ലോ. നമുക്കിതാ ഉപ്പിട്ടു, അതിനുശേഷം അരച്ച് വെച്ചത് അത് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല നല്ല പാകത്തിനാണ്. കുറച്ച് ഉണ്ട് ഇതിന് ഒരു ദിവസത്തിനുള്ള കറി. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിടാം. കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതാ വരട്ടെ നമ്മളെ കാബേജ്. അടുത്തത് അവിടെ കത്തി വരട്ടെ, നമുക്ക് അരിയണല്ലോ. അപ്പോൾ ഇനി കാബേജ് ഒരു കഷ്ണം അത് അരിയാം. ഈ മുരിങ്ങയില കറി വെക്കുന്ന ദിവസം എങ്ങനെയെങ്കിലും ആയിട്ട് ഞങ്ങൾക്ക് കാബേജിൻ്റെ ഒരു തോരൻ ഉണ്ടാവും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ വാങ്ങുന്നതല്ല, പക്ഷെ അത് കൂടുതലും അങ്ങനെ ഉണ്ടാവലുണ്ട്. നല്ല രസമാണ് ഇത്. ഈ രണ്ടും ചേർന്നിട്ടുള്ള വിഭവങ്ങൾ ഒരു ദിവസം തന്നെ കഴിക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് ചതയ്ക്കാണ്ട് നമുക്ക് പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തേങ്ങ ചിരകിയത്, ഇത് ചതച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചതച്ചിട്ടാണ് ഇത് രസം. അപ്പോൾ അതുകൊണ്ട് ചതച്ചെങ്കിൽ ആദ്യം കഴിക്കുകയാണ്. നമ്മൾ ഈ ഒരു പരുവത്തിൽ അത് ചതച്ചിവിടെ വെച്ചു. ഇനിയിപ്പോൾ കഴുകലോ കഴിഞ്ഞ കാബേജ് അരിഞ്ഞത് അതിന് നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില അതൊന്നാണ് താളിച്ചിട്ട് അതിൽ ചേർത്ത് നല്ലപോലെ ഇളക്കി അത് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ശേഷം ഉപ്പും. അത് നമ്മളിതാ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്, വലിയിച്ചെടുത്തു കുറച്ചൊരു വെള്ളത്തിൽ. ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ട് ചേർക്കാം. ഇത്രയേ ഉള്ളൂ ഇത്. കപ്പ വളരെ കുറച്ചുള്ളൂ. അപ്പം നമുക്ക് അതിലേക്ക് ചേമ്പ്, പിന്നെ ചേമ്പും തണ്ട് എല്ലാം ചേർത്തിട്ട് വളരെ കുറഞ്ഞ അളവിലുള്ളൂ. പിന്നെ നമ്മൾ നല്ല വറ്റിച്ചിട്ടാണ് എടുക്കുക. അപ്പം വെച്ചാൽ കപ്പ തീരെ വെള്ളമൊന്നും ഉണ്ടായിരിക്കില്ല. വളരെ കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾ വേവിക്കുന്നുള്ളൂ. പിന്നെ എല്ലാം വറ്റും ചെയ്യും. അപ്പം ഇനി അതുണ്ടാക്കാം. നമുക്ക് ചേമ്പും തണ്ടുണ്ട്, കപ്പ, ചേമ്പ്, ഇതാണ് ഇതിലെടുക്കുന്നത്. ചേന, അതുപോലെ മത്തൻ, പിന്നെ നമ്മൾ ചേമ്പൊക്കെ ചേർത്ത് അങ്ങനെ നമ്മൾ കാര്യമായിട്ട് പുഴുക്ക് പോലെ വയ്ക്കാം. ഇതിപ്പോൾ അങ്ങനെയല്ല. നമ്മളൊരു പെട്ടെന്ന് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ കുറഞ്ഞ കഷ്ണങ്ങൾ ചേർത്തിട്ടുള്ളൊരു
കറി പോലെ തന്നെയാണ്, കുറച്ച് കുറുക്കിയിട്ടാണ് മറ്റേ വറ്റും. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ, അധികം ചേരുവകളൊന്നും ഇല്ലാതെ നല്ല ഉഗ്രൻ. അതായത് കഞ്ഞിക്കും ആണ് ഇത് കൂടുതൽ ചേർച്ച, കഞ്ഞിക്ക് പറ്റിയ ഇതാണിത്. നമ്മളിന്ന് നാടൻ വിഭവങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇന്ന് ചോറിന് ഉച്ചക്ക് തന്നെ ആക്കി. അതാണ് കപ്പ. ഇതൊക്കെ നമുക്ക് കഴുകലൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഇതാ ഒക്കെ ചെറുതാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ പുഴുക്ക് വയ്ക്കുന്ന അതേപോലെ തന്നെ, പക്ഷെ പുഴുക്കിൻ്റെ എല്ലാ ചേരുവകളൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. വലിയ ചെമ്പാണ്, അത് കുറച്ചൊരു വലിപ്പമുള്ള ഒന്നുണ്ട്. ചെമ്പും തണ്ട് പിന്നെ അത് നമുക്കൊന്ന് അത് അരിഞ്ഞെടുക്കണം. ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ഒരു പാത്രത്തിൽ അത് വേവിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതാ അതിലേക്ക് നമുക്ക് പച്ചമുളകാണ്, നമ്മൾ ഇതിൽ ചുവന്ന മുളകൊന്നും അല്ലല്ലോ ചേർക്കുന്നത്, അങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഇത് നമ്മൾ പച്ചമുളക് കീറിയിട്ടിട്ടാണ്. അത് കുറഞ്ഞൊരു വെള്ളത്തിൽ, അധികം വെള്ളമൊന്നും വെക്കില്ല, കുറഞ്ഞ വെള്ളത്തിലാണ് വേവിച്ചെടുക്കാം. പിന്നെ അത് വെള്ളമൊക്കെ വറ്റി, നമുക്ക് വെള്ളം ഊറ്റേണ്ട കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഏറെക്കുറെ വെന്ത് നല്ല കട്ടയാവും. ഇനി കറിവേപ്പില ചേർത്തു, നമുക്ക് പച്ച വെളിച്ചെണ്ണ തുളിക്കാം, അത്രയേ ഉള്ളൂ. ഇതുണ്ടാക്കൽ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എല്ലാ വിഭവങ്ങളും, ഇപ്പം നമ്മൾ 3 വിഭവങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി, കഴിക്കാം. പിന്നെ മുരിങ്ങയില കറി, ഇനി നമുക്ക് കാബേജ് തോരനും അതുപോലെ നമ്മളെ കപ്പ അത് കൊടുക്കാം. പിന്നെ നമ്മളെ പതിവ് പപ്പടം. അങ്ങനെ എളുപ്പത്തിന് ഇതൊക്കെ പച്ചമോര് നമ്മൾ പിന്നെ ഇഞ്ചിയും അതുപോലെ പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ടോ അരിഞ്ഞിട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ വിശേഷമായി. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഉച്ചയൂണ് എങ്ങനെയാണ്, ഇതിപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ അവസാനിക്കും. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.